നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മുടെ ശശികല ടീച്ചറുടെ ഒരു വിവാദ പ്രസ്താവന അത് കേട്ടവരൊക്കെ ചിരിച്ച് ചിരിച്ച് തലകറങ്ങി വീഴുകയാണ്. ഞാനും ആ വീഡിയോ കണ്ടിരുന്നു. ആദ്യമൊക്കെ ആളുകൾ ഇത് AI വീഡിയോ എന്നാണ് പറഞ്ഞത്. ചില ആളുകളൊക്കെ പറയുന്നത് യഥാർത്ഥ വീഡിയോ ആണെന്ന്. അവരങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ വീഡിയോകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ ഒരു AI വീഡിയോ ഇട്ടതെന്നാണ്. എന്തായാലും വളരെ രസകരമാണ് പ്രസ്താവനയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. അർജന്റീന എന്ന് പറയുന്നത് നേരത്തെ അന്തർജനങ്ങൾ താമസിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. അന്തർജനങ്ങൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്നത് കൊണ്ടാണ് ആ രാജ്യത്തിന് അർജന്റീന എന്ന പേര് കിട്ടിയതെന്നാണ് ടീച്ചർ ആ വീഡിയോയിൽ പറയുന്നത്. ചരിത്രപരമായോ അല്ലെങ്കിൽ വസ്തുതാപരമായോ യാതൊരു തെളിവുമില്ലാത്തൊരു പ്രഖ്യാപനമാണിത്. കാരണം അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഗൂഗിളിലോ ChatGPTയിലോ ഒക്കെ തിരഞ്ഞു നോക്കിയാൽ ഇങ്ങനെ ഒരു പരാമർശം എവിടെയും ഉള്ളതായി കാണില്ല. അവിടെ അന്തർജനങ്ങൾ താമസിച്ചിരുന്നത് കൊണ്ടാണ് ആ രാജ്യത്തിന് അർജന്റീന എന്ന പേര് വന്നതെന്ന്. എന്തായാലും അന്തർജനങ്ങൾ മാത്രം താമസിക്കാൻ പറ്റില്ലല്ലോ. അന്തർജനങ്ങളുടെ ഭർത്താക്കന്മാരായ ബ്രാഹ്മണന്മാർ കൂടി താമസിക്കണം. അപ്പോൾ ബ്രാഹ്മണന്മാർ താമസിക്കാൻ വേറെ രാജ്യങ്ങൾ വല്ലതുമായിരുന്നോ തിരഞ്ഞെടുത്തിരുന്നത് എന്ന ചോദ്യം നമ്മൾ ഉയരുകയാണ്. എന്തായാലും വളരെ രസകരമാണ് ഇത്തരം പ്രസ്താവനകൾ എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെയും അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചില പ്രസ്താവനകൾ ഉണ്ടായതായി ചില സുഹൃത്തുക്കളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ മക്കേശ്വരനാണുള്ളത്. അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായതായി സൂചന ഉണ്ടായിരുന്നു. നേരത്തെയും സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകളിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകാറുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യം അത് പാണ്ഡവർ അസ്ത്രം സൂക്ഷിച്ചിരുന്ന രാജ്യമാണ് എന്ന രീതിയിലൊക്കെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. വളരെ വിചിത്രമായ പ്രസ്താവനകളാണ്. കാരണം പേരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമെടുത്തിട്ട് അത് ഈ പുരാണങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള തമാശകൾ അതിങ്ങനെ തുടർന്നു പോകുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതാണ് ഓസ്ട്രേലിയ നോക്കുമ്പോൾ അസ്ത്രവുമായിട്ട് ആ പേര് യോജിക്കുന്നു. ഉടനെ അതിന് പിന്നെ ഒരു കഥ ഉണ്ടാക്കുന്നു. പാണ്ഡവന്മാർ അസ്ത്രം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണെന്ന്. അങ്ങനെ ഓസ്ട്രേലിയ നമ്മുടെ രാജ്യമാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അർജന്റീന അത് അന്തർജനങ്ങൾ താമസിച്ചിരുന്ന രാജ്യം എന്ന രീതിയിൽ അതും ഞങ്ങളുടെ രാജ്യമാണെന്നൊക്കെ പറയുന്നത് വളരെ വിരോധാഭാസകരമാണ് എന്നല്ലാതെ വേറെന്താണ് പറയേണ്ടത്. കാരണം ഒരുപക്ഷെ ടീച്ചർ ഇപ്പോഴായിരിക്കും അർജന്റീന എന്ന് പറയുന്ന രാജ്യം അറിയുന്നത് തന്നെ. ഫുട്ബോളൊക്കെ നടക്കുകയല്ലേ, വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞ തവണ വിന്നേഴ്സായ ഇപ്പോൾ ഫൈനൽ കഴിച്ച ഒരു രാജ്യം അത് നമ്മുടെ ലിസ്റ്റിൽ ഇരിക്കട്ടെ എന്ന് കരുതി കാണും. പക്ഷെ ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ടീച്ചറുടെ ഡീറ്റെയിൽസൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അവർ സാമൂഹ്യശാസ്ത്രം അഥവാ ഹിസ്റ്ററി സാറാണെന്നാണ് കാണുന്നത്. ഹിസ്റ്ററി സാറായിട്ടും ഇത്ര ചരിത്രബോധം ഇല്ലാതായി പോയത് എന്താണ് എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും സംഘപരിവാർ സുഹൃത്തുക്കൾ മാത്രമല്ല ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ ഒരു മുസ്ലിയാരും ജ്യൂസ് കഴിക്കരുത്, ജ്യൂസൊക്കെ ജൂതന്മാർ കണ്ടുപിടിച്ചതാണ്, ജ്യൂസും ജൂവും രണ്ടും അടുത്തടുത്ത് സാമ്യമുള്ള പദങ്ങളായതുകൊണ്ട് ജ്യൂസ് കുടിക്കരുത്, അത് ജൂതന്മാർ ഉണ്ടാക്കുന്നതാണെന്ന രീതിയിലൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാത്തിലും ഈ വർഗീയതയും അതുപോലെ ഈ നമ്മുടെ ആളുകളാണെന്ന രീതിയിൽ കണ്ടുപിടുത്തവും ഒന്നും ഒട്ടും യോജിച്ച ഒരു സംഗതിയല്ല എന്ന് തന്നെ പറഞ്ഞു കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ബ്രായിൽ ആരെങ്കിലും സീലൊട്ടിച്ചതാണോ? അതോ ഇനി അന്തർജനങ്ങൾ അടുത്തുള്ള രാജ്യമാണ്, അർജന്റീനയുടെ അടുത്തുള്ള രാജ്യമാണ് ബ്രസീൽ. ഈ അന്തർജനങ്ങൾ താമസിച്ച അർജന്റീന എന്ന് പറയുന്ന രാജ്യത്ത് അവർ ബ്രാ ഉണക്കാനിട്ട രാജ്യമാണോ ബ്രസീൽ എന്ന ചോദ്യം ഉയരും. അത് സ്വാഭാവികമാണ്. ഇനി അതിനടുത്ത് ചിലി എന്ന് പറയുന്ന മറ്റൊരു രാജ്യമുണ്ട്. അതിനി ഈ പുട്ട് പുഴുങ്ങാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ പുട്ട് പുഴുങ്ങാനുമ്പോൾ മാവ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി ചില്ലി എന്ന് പറയുന്ന ഒരു സാധനം ഇടാറുണ്ട്. ഇനി അന്തർജനങ്ങൾ ചില്ലി സൂക്ഷിച്ച രാജ്യമാണോ ഈ ചില്ലി എന്നൊക്കെ ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇതെല്ലാം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്, ഈ ചില്ലി, ബ്രസീൽ, അർജന്റീന. അപ്പോൾ സൗത്ത് അമേരിക്ക മൊത്തവും നമ്മുടെ കീഴിലാകുമല്ലോ. എന്തായാലും വളരെ വിചിത്രമായ വാദഗതികളാണിത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. നേരത്തെയുമൊക്കെ ഈ വിദ്യാഭ്യാസ വിചക്ഷരൊക്കെ നോർത്ത് ഇന്ത്യ മുഴുവനും ഇത്തരം ഈ സംഘ സ്വാധീനമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നതിൻ്റെ ഒരു അപകടം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യാഥാർത്ഥ്യവുമായി ഒട്ടും ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകളുണ്ടായിരുന്നു. ഇന്ന് ചില മാധ്യമ ചർച്ചകളിലൊക്കെ കാണുന്നത് ഉത്തരേന്ത്യയിലെ ചില യൂണിവേഴ്സിറ്റികളിൽ മനുസ്മൃതി പഠിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ചൈനയും അമേരിക്കയും ഒക്കെ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വിദ്യാഭ്യാസ രീതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രീതി അത് ശാസ്ത്രവും ഒപ്പം ചരിത്രവുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിഷമകരം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഈ ജെൻസിയുടെ സമരം, ജന്തർ മന്ദറിൽ നടത്തിയ സമരം, അതിൻ്റെ ഒരു കാരണം ഇതും കൂടിയാണ് എന്ന രീതിയിലൊക്കെ വിശകലനങ്ങൾ വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഇന്ന് ശശികല ടീച്ചർ ഒരുപക്ഷെ പകുതി തമാശയ്ക്കും പകുതി കാര്യവുമായിട്ടും പറഞ്ഞതായിരിക്കാം തങ്ങളുടെ ഈ
സംഘീയ അനുയായികളെയൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. പക്ഷേ നാളെ അത് ഏറ്റെടുത്തുകൊണ്ട് ചിലപ്പോൾ ഈ വിദ്യാലയങ്ങളിലേക്ക് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായേക്കാം എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ സംഘ പരിവാരങ്ങൾ പറയുന്നതാണല്ലോ നമ്മുടെ രാജ്യത്ത് പഠിപ്പിച്ചു വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം. എന്തായാലും വിദ്യാഭ്യാസം ഈ കാവ്യവത്കരിക്കപ്പെടുമ്പോൾ അതിനുണ്ടാകുന്ന ദോഷം അത് വളരെയധികമാണ് എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പ്രത്യേകിച്ചും ശാസ്ത്രവുമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത, നേരത്തെയൊക്കെ ഈ ശസ്ത്രക്രിയ നടത്തിയത് വേദവ്യാസൻ എന്ന രീതിയിൽ ചില സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിന് പറയുന്നൊരു കാരണം ഈ പാണ്ഡവരും കൗരവരും അറിയാവുന്നതാണല്ലോ. പാണ്ഡവർ 5 പേരെയും പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കൗരവ പത്നിയായ കുന്തിക്ക് താൻ പ്രസവിക്കാത്തതിൻ്റെ പേരിൽ വിഷമം തോന്നി. അങ്ങനെ അവർ ഗർഭിണിയായിരുന്നു. വയറ് തടവിയപ്പോൾ അവർ ഒരു മാംസപിണ്ഡം, അതായത് മാസം തികയാത്തൊരു മാംസപിണ്ഡത്തെ പ്രസവിച്ചു. പിന്നെ അപ്പോൾ അവരോട് വേദവ്യാസൻ പറഞ്ഞു, ഈ മാംസപിണ്ഡത്തെ കഷ്ണങ്ങളാക്കി 100 കുടങ്ങളിൽ അടച്ചു വയ്ക്കുക. പിന്നെ ആ 100 കുടങ്ങളിൽ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് മാംസം ബാക്കി വന്നു. അത് 101ാമത്തെ ഒരു കുടത്തിലാക്കി. അങ്ങനെ 100 കൗരവരും പിന്നെ ബാക്കി വന്ന കുടത്തിലാക്കിയ അത് ഒരു കൗരവരുടെ സഹോദരി ആയി 101 പേർ ജനിച്ചു എന്നൊക്കെയാണല്ലോ പുരാണം. അപ്പോൾ ചില പുസ്തകങ്ങളിലൊക്കെ ഈ ശസ്ത്രക്രിയയുടെ ആദ്യ രൂപം, അല്ലെങ്കിൽ സിസേറിയൻ നടത്തിയത് ആദ്യ രൂപം, സിസേറിയൻ നടത്തിയ ആദ്യ രൂപം വേദവ്യാസൻ എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളും ഉത്തരേന്ത്യയിലെ ചില സ്കൂളുകളും ഉണ്ടെന്ന രീതിയിലൊക്കെ ചില വാർത്തകളും വിശകലനങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ആ കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രീതി ഇങ്ങനെയൊക്കെ പോകുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് തന്നെ പറഞ്ഞു കൊള്ളട്ടെ. ഈ വളച്ചൊടിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും ഈ ഓസ്ട്രേലിയ അസ്ത്രം സൂക്ഷിച്ചു വെച്ച സ്ഥലമാണ്, അർജൻറ്റീന അന്തർജനങ്ങൾ ജീവിച്ച സ്ഥലമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ വിദ്യാഭ്യാസം നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഞങ്ങളുടെ കോളേജ് സ്കൂൾ സമയത്തൊക്കെ ഈ ശാഖയിൽ കൊടുക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ വായിച്ച് അതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ സമൂഹത്തിൽ അടുത്ത് കാണുന്ന സൗഹൃദങ്ങളോടും ഒക്കെ വല്ലാത്ത ഒരു വെറുപ്പോടു കൂടിയാണ് അവർ നോക്കുന്നത്. കാരണം നമ്മുടേതെല്ലാം വെട്ടിപ്പിടിച്ച ആളുകൾ എന്ന രീതിയിലാണ് അവർ നോക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചരിത്രം കൂടി, അല്ലെങ്കിൽ ചരിത്രവുമായി പുലബന്ധം പോലുമില്ലാത്ത ഇത്തരം ഈ അർജൻറ്റീന കഥകളൊക്കെ കേട്ട് ആ രാജ്യങ്ങൾ തങ്ങളുടേതാണ് എന്ന് കരുതി അവിടെ ഈ നിക്കറും ഇട്ട് കാക്കി നിക്കറും ഇട്ട് വടിയും കറക്കി ആ രാജ്യങ്ങൾ പിടിക്കാൻ പോയാൽ അവിടെയുള്ള ആളുകൾ സാമാന്യത്തിൽ മുളക് തേച്ച് വിടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ചരിത്രബോധം കുറേ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുത. അതിപ്പോൾ ഏതു മതത്തിലായാലും ഇങ്ങനെ കുറേ സാമ്യങ്ങൾ, ചില മുസ്ലിയാക്കന്മാരുടെയൊക്കെയും പ്രസംഗങ്ങളിലും ഇങ്ങനെ ചില സാമ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മഹാനായ എഴുത്തുകാരൻ ഷേക്സ്പിയർ അത് ശേഷാദ്രി അയ്യറാണെന്ന് ചില RSSകാർ വാദിക്കും. അതുപോലെ ചില തീവ്ര മുസ്ലിങ്ങൾ വാദിക്കും അത് ഷേഖ് സുബൈറാണെന്ന്. അങ്ങനെ ഈ പ്രധാനപ്പെട്ടത് എല്ലാത്തിനെയും തങ്ങളുടേതായി നിർത്തുവാനുള്ള ചില കുത്സിത ശ്രമങ്ങൾ അത് എപ്പോഴും എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ചരിത്രവും വസ്തുതയും പഠിച്ച് യഥാർത്ഥ അറിവ് കരസ്ഥമാക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.